എന്റെ രാവണൻ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഒന്ന് നിന്നെ പുറകിലെ വിളി കേട്ട് ആരെന്ന സംശയത്തോടെ തിരിഞ്ഞു നോക്കി രാവണൻ. തന്നെ നേരെ നടന്നു വരുന്ന സ്വാസികയും കാർത്തികയും കണ്ട് എന്താണെന്ന ഭാവത്തോടെ നോക്കിയവൻ. ഇതാർക്കീ ജ്യൂസ്? അതെന്ത് ചോദ്യാ സ്വാസി? വേറെ ആർക്കാ? 2 യജമാന്മാരുണ്ടല്ലോ മുകളില്. ഡാ, നീ ഒരു കാര്യം ചെയ്യ്, ഇത് ഞങ്ങൾ കൊണ്ട് കൊടുത്തോളാം. നീ ചെന്ന് ഞങ്ങൾക്ക് ഒരു ജ്യൂസ് കൂടെ എടുത്തുകൊണ്ട് വാ. പറ്റില്ല, ഇത് ഞാൻ കൊടുത്തോളാം. സാറിന് ദേഷ്യം വരും, നിങ്ങൾ വഴിമാറ്. രാവണൻ പറയുന്ന കേട്ട് കാർത്തികക്ക് അടിമുടി ദേഷ്യം ഇരച്ചു കയറി. ഡാ ചള്ളിയേക്ക, നീ കൂടുതൽ ശോണിക്കാതിങ്ങ് താളാ. ദേഷ്യത്തോടെ രാവണന്റെ കയ്യിലെ ട്രേ പിടിച്ചു വലിച്ചു. പെട്ടെന്നുള്ള കാർത്തികയുടെ പ്രവൃത്തിയിൽ ജ്യൂസ് ഗ്ലാസ് താഴെ വീണ് പൊട്ടി. രാവണനെ ശരിക്കും അതുകൊണ്ട് ദേഷ്യം വന്നു. നിങ്ങൾ എന്തു പണിയെ കാണിച്ച്? രാവണൻ തങ്ങളെ ചോദ്യം ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല കാർത്തികക്ക്. ഓ, എവിടുന്നോ കുപ്പത്തൊട്ടിൽ നിന്ന് വന്ന് നീ ഞങ്ങളെ ചോദ്യം ചെയ്യുന്നോടാ പറഞ്ഞുകൊണ്ട് അവനെ ദേഷ്യത്തോടെ നിലത്തേക്ക് തള്ളി. നിലത്ത് വീണ രാവണന്റെ 2 കൈകളിലും നിലത്ത് കിടന്ന ഗ്ലാസ് പൊട്ടുകൾ കുത്തിത്തറഞ്ഞു. വേദനയോടെ അവൻ പൊളഞ്ഞു. ചേച്ചി, നിങ്ങൾ എന്തീ കാണിക്കുന്നേ? ഈ കാഴ്ച കണ്ട് ദേവൂട്ടി ഓടി വന്നു. അയ്യോ! ദേവു രാവണന്റെ കയ്യിൽ തറഞ്ഞ് ചില്ലി കണ്ട് അവനെ നിലത്തുനിന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ ഈ പാവത്തിനോട് ഇങ്ങനെ ചെയ്യാം? ഓ, അവന് വേദനിച്ചാൽ നിനക്കെന്താടി? അതോ നിനക്ക് വേദന തോന്നാൻ മാത്രം ഇവൻ എന്തെങ്കിലും തരുന്നുണ്ടോടി? നിർത്ത്, സൂക്ഷിച്ച് സംസാരിക്കണം. ചേച്ചി എന്ന് വിളിച്ച നാവുകൊണ്ട് വേറെ വല്ലതും വിളിപ്പിക്കരുത്. വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു ദേവ്. എടി, എനിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കുന്നോടി. പറയുന്നതിനൊപ്പം തന്നെ കാർത്തിക ദേവിന്റെ കവിളിൽ ആഞ്ഞടിച്ചു. ദേവ് കവിൾ പൊത്തിപ്പിടിച്ച് ഞെട്ടലോടെ നോക്കി. അടുക്കളയിൽ നിന്ന് ശബ്ദം കേട്ട സുഭദ്ര അങ്ങോട്ട് വന്ന് മുന്നിൽ കാണുന്ന കാഴ്ചയിൽ അയ്യോ കാർത്തികേ ദേഷ്യത്തോടെ വിളിച്ചു അവർ. എന്നാൽ സുഭദ്രയെ പൂജിച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്ക് നടന്നു കാർത്തിക. അവൾക്ക് പിന്നാലെ സ്വാസികയും. സുഭദ്ര വേഗം വന്ന് രാവണനെ പിടിച്ച് അടുത്ത് കാണുന്ന ചെയറിലിരുത്തി. ഓളെ ദേവ്, വേഗം ചെന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു വാ. ഇപ്പൊ കൊണ്ടുവരാ അപ്പച്ചി. ദേവ് വേഗം ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ട് വന്നു. കയ്യിൽ തറഞ്ഞ സില്ല് പതിയെ വലിച്ചൂരിയെടുത്തു സുഭദ്ര. വേദന കൊണ്ട് രാവണന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോനെ, സുഭദ്ര വാത്സല്യത്തോടെ വിളിച്ചു. കോട്ടൺ എടുത്ത് ബ്ലഡ് എല്ലാം തുടച്ചു. മോനെ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഇത് ബ്ലഡ് വീണ്ടും വരുന്നുണ്ട്. ആഴത്തിൽ ചില്ല് തറഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നു. ഏയ് സാരല്ലമ്മേ, ഇപ്പൊ കെട്ടിയാ മതി. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ബ്ലഡ് നിൽക്കുന്നില്ല, ഇത് കെട്ടിയോണ്ട് മാത്രം കാര്യമായില്ല. ദേവ് ശാസനയോടെ പറഞ്ഞു രാവണനോട്. വേണ്ട ദേവ്, എന്തെങ്കിലും കൂടുതലായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. അനി, ഇപ്പൊ കൈയൊന്ന് കെട്ടിത്തന്നാ മതി. മോനെ, ഞങ്ങൾ പറയുന്ന കേൾക്ക്. രാവണൻ സുഭദ്രയെ വീണ്ടും നിർബന്ധിച്ചും അവർക്കായി മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു. ആന്റി അവർക്ക് ജ്യൂസ് കൊണ്ട് കൊടുക്കുമോ? എൻ്റെ കൈ ചില്ലുകൊണ്ടാണെന്ന് ഇപ്പൊ പറയണ്ട. പിന്നെ ആ പെണ്ണിന് കുറച്ച് അഹങ്കാരം കൂടുതലാ, അത് മറ്റുള്ളവരോടാണ് തീർക്കേണ്ടത്. ആന്റി പ്ലീസ്, ഇനി ഇതിന്റെ പേരിലൊരു വഴക്ക് വേണ്ട. രാവണൻ പറയുന്നതായിട്ട് ദേവിന് ദേഷ്യം ഇരച്ചു കയറി. ചേട്ടൻ പറയണ്ട, പക്ഷെ എന്നെ അടിച്ച് എനിക്ക് നന്നായിട്ട് വേദനിച്ചു, അത് ഞാൻ പറയും. അതും പറഞ്ഞ് ദേഷ്യത്തോടെ അവൾ പോയി. മോ മുറിയിൽ പോയി കിടന്നു. അവർക്ക് വേണ്ട, ഞാൻ നോക്കിക്കോളാം. സുഭദ്ര പറയുന്നതായിട്ട് രാവണൻ മുറിയിലേക്ക് നടന്നു. ഡാ, മീറ്റിംഗ് കഴിഞ്ഞ് ജ്യൂസ് കൊണ്ടുവരാൻ പറഞ്ഞു പോയി എൻ്റെ പൊടി പോലും കാണുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ജ്യൂസ് ആവാൻ കുടിക്കട്ടെ, നമുക്കൊന്ന് പുറത്തു പോവാം. ഓഫീസിൽ ചില സൈൻ ചെയ്യാനുള്ള ഫയൽ കൊണ്ട് വിക്കി വരുന്നുണ്ട്, നീ വാ. ധ്രുവാൻഷും നിരഞ്ജനും ഒരുമിച്ച് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. തന്റെ മുറിയിലേക്ക് നടന്നു പോകുന്ന രാവണൻ പെട്ടെന്നാണ് മുന്നിൽ നടന്നു വരുന്ന ധ്രുവാൻഷിനെയും നിരഞ്ജനെയും കണ്ടത്. രാവണൻ കൈവേഗം പുറകിലേക്കാക്കി പിടിച്ചു. രാവണനെ കണ്ട നിരഞ്ജൻ. ഡാ, നിന്നോടൊക്കെ അന്ത്യശ്വാസം വലിക്കാൻ നിൽക്കുമ്പോൾ വെള്ളം ചോദിച്ചാൽ പോലും കിട്ടില്ലല്ലോടാ. നീ ശരിക്കും ജ്യൂസ് എടുക്കാൻ തന്നെയാണോ പോയത്? നിരഞ്ജൻ പറയുമ്പോഴും കയ്യിലെ വേദന കൊണ്ട് അവൾക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. കൈകളിൽ കെട്ടിയ രക്തം പടർന്നിരുന്നു. വേദനയിൽ കണ്ണുകൾ നിറയുന്നവർ കാണാതിരിക്കാൻ തലതാഴ്ത്തിയിരുന്നു അവൻ. ഡാ, ഞങ്ങളൊന്ന് പുറത്തു വരാം, ഇവിടെ അടങ്ങി നിന്നോണം. ഡാ, നിനക്കെന്താ പറയുന്നതിനൊന്നും മിണ്ടാട്ടല്ലാത്ത? എന്തോ കുനിഷ്ടൊപ്പിച്ച പോലെ ഉണ്ടല്ലോ. ഡാ, നിരഞ്ജൻ തലയിൽ താഴ്ത്തി നിൽക്കുന്നതിന് വീണ്ടും സംശയത്തോടെ നോക്കി. ധ്രുവന് അവനെ തന്നെ ഉറ്റുനോക്കിയ ആ നിമിഷം ഡാ, നിരഞ്ജൻ അവന്റെ മുഖം പിടിച്ചുയർത്തി. ചുവന്നു കലങ്ങി അവന്റെ കണ്ണുകൾ കണ്ട് സംശയത്തോടെ നോക്കി അവനെ. ഡാ, നീ എന്തിനാടാ കരയുന്നത്? ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? ധ്രുവന്റെ ചോദ്യത്തിൽ മുമ്പിൽ തനിക്കധികം പിടിച്ചിരിക്കാൻ കഴിയില്ലെന്ന് തോന്നിയതും വേദന കടിച്ചമർത്തി. ഇല്ലെന്ന് പറഞ്ഞവൻ. പിന്നെ നീ എന്തിനാ കരയുന്നേ? ഏയ്, എന്റെ കണ്ണിൽ പൊടി വീണതാ. പെട്ടെന്നാണ് കൈ പുറകിൽ പിടിച്ചിരിക്കുന്ന ധ്രുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നിന്റെ കയ്യിലെന്താ? രാവണൊന്നും പതറിപ്പോയി. ഒന്നുമില്ല സാർ. പതിരിക്കണമെന്ന് തന്നെ പറഞ്ഞു രാവണൻ. ഡാ, ഞങ്ങളോട് വല്ല കള്ളത്തോടും കാണിക്കാൻ നിൽക്കാതെ കയ്യിലെന്താ ഒളിപ്പിച്ചു വെച്ചേക്കെന്ന് കാണിക്ക്. നിരഞ്ജൻ ചോദിച്ച വീണ്ടും തലതാഴ്ത്തിന്നവൻ. ധ്രുവൻ പരമായി അവന്റെ കൈ പിടിച്ച് വലിച്ച് മുന്നോട്ട് നീക്കി. വേദനയോടെ നിലവിളിച്ചവൻ. ഇരുകൈയിലും കെട്ടും അതിൽ രക്തം പൊടിഞ്ഞ് പടർന്നിട്ടുണ്ട്. നിരഞ്ജനും ധ്രുവനും ഒരുപോലെ ഞെട്ടിലോടെ സംശയഭാവത്തിൽ അവനെ തന്നെ ഉറ്റുനോക്കി. ഡാ, എന്താടാ ഇത്? ഇതെങ്ങനെ പറ്റിയതാ? എന്ത് പറയണമെന്നറിയാതെ വേദനയിൽ അവൻ വിതുമ്പി നിന്നു.
അവന്റെ മൗനം കാണെ ധ്രുവന് ദേഷ്യം ഇരച്ചു കയറി. നിന്നോടാ ചോദിച്ച്? പറയില്ല ഏട്ടാ, അത്രയ്ക്ക് നല്ല മനസ്സാ. പുറകിലെ ശബ്ദം കേട്ട് 3 പേര് അങ്ങോട്ട് നോക്കി. ഒരു ട്രേയിൽ ജ്യൂസ് കൊണ്ടുവരുന്ന ദേവുവിനെ കണ്ടു. രാവണൻ ദേവുവിനെ കണ്ടതും പറയരുതെന്ന് തലയാട്ടി കാണിച്ചു. അത് കണ്ട ധ്രുവൻ രാവണനെ ഒന്ന് തുറച്ചു നോക്കി. അവന്റെ നോട്ടം, അതിലെ ദേഷ്യം കണ്ട രാവണൻ തലയും താഴ്ത്തി നിന്നു. ധ്രുവൻ ദേവുവിന്റെ അടുത്ത് വന്ന് നിന്നു. എന്താ ദേവു, എന്താ ഉണ്ടായി? അതേട്ടാ, ദേവു നടന്ന കാര്യങ്ങളെല്ലാം ധ്രുവനോടും നിരഞ്ജനോടും പറഞ്ഞു. ഇരുവർക്കും ദേഷ്യം അതിന്റെ ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു. പെട്ടെന്നാണ് നിരഞ്ജൻ ദേവുവിന്റെ മുഖത്തെ പാടേണ്ടത്. മോള്, ഇതെന്താ നിന്റെ മുഖത്ത്? അതേട്ടാ, ഞാൻ രാവണനെ തള്ളിയിട്ടുണ്ട് കാർത്തികയോട് ദേഷ്യപ്പെട്ട് അവളെ ചോദ്യം ചെയ്ത് ഇഷ്ടപ്പെടാതെ എന്നെ തല്ലിയതാ. അതും കൂടെ കേട്ടതും ധ്രുവന്റെ കണ്ണുകളിൽ അഗ്നി പാറി. ദേവുവിന്റെയും രാവണന്റെയും കൈത്തണ്ടിൽ പിടിച്ചു വലിഞ്ഞു മുറിയ മുഖത്തോടെ താഴേക്ക് നടന്നു. തന്റെ മുറിയിൽ സ്വാസികയോട് ചിരി സംസാരിക്കായിരുന്നു കാർത്തിക. പെട്ടെന്ന് ഡോർ മുട്ടുന്ന ശബ്ദം കേട്ട് ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ധ്രുവനെ കണ്ട അവളുടെ കണ്ണുകൾ തിളങ്ങി. ആദ്യമായിട്ടാണ് തന്നെ തേടി തന്റെ മുറിയിലേക്ക് ധ്രുവം വരുന്നത്. സന്തോഷം കൊണ്ട് അവളുടെ മുഖം പൂനിലാവ് പോലെ തിളങ്ങി. അതേസമയം അവന്റെ പുറകെ നിൽക്കുന്നവരെ കാണെ അവളുടെ മുഖത്തെ തിളക്കം പാടെ മാഞ്ഞുപോയി. ദേഷ്യത്തോടെ രാവണനെ നോക്കി കണ്ണുരുട്ടി അവൾ. എന്നാൽ അവളുടെ നോട്ടത്തെ മറച്ചുകൊണ്ട് ധ്രുവാൻഷ ഒന്നുകൂടെ അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. അവന്റെ നോട്ടത്തിലെ തീവ്രത കണ്ട് അറിയാതെ തന്നെ കാർത്തിക് 2 അടി പുറകിലേക്ക് വെച്ചു. ദേവികയുടെ കൈ പിടിച്ച് മുന്നിലേക്ക് നിർത്തി. ദേവു, നിനക്ക് കിട്ടിയത് പലിശ സഹിതം തിരിച്ചു കൊടുത്തേക്ക്. ധ്രുവൻ പറയുന്നിട്ട് ദേവിക ഒന്ന് പതറിപ്പോയി. കാർത്തിക ദേവുവിനെ നോക്കി ഒന്ന് പൂച്ഛിച്ചു. ഏട്ടാ, ഞാൻ ദേവു നിന്നോടാ പറഞ്ഞു. അതൊരു അലർച്ചയായിരുന്നു. ആ തറവാട്ടിൽ മുഴുവൻ അത് പ്രകമ്പനം കൊണ്ടു. കണ്ണുകളൊന്ന് ഇറക്കി അടച്ചു ദേവു. കാർത്തികയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്റെ ഇരുകവിളുകളിലും ദേവുവിന്റെ കൈകൾ പതിഞ്ഞിരിക്കുന്നു. വിടർന്ന കണ്ണാലെ ദേഷ്യത്തോടെ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ തീ പാറുന്ന നോട്ടമെറിഞ്ഞവൾ ദേവുവിലേക്ക്. വീണ്ടും പെട്ടെന്ന് എന്താ സംഭവിച്ചെന്ന് കാർത്തിക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. തല കറങ്ങും പോലെ ചുണ്ടുകളും കവിളും അടർന്നു പോകുന്ന വേദന തോന്നി അവൾക്ക്. നിലത്തിരുന്ന് അവൾ മുന്നോട്ട് നോക്കി. തനി രാവണനെ പോലെ നിൽക്കുന്ന ധ്രുവനെ കണ്ട് കാർത്തിക് ശ്വാസം പോലും എടുക്കാൻ കഴിയാത്ത പോലെ തോന്നി. ധ്രുവൻ അവിടെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു. എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് നേരെ കൈ ഉയർത്തിയ പറഞ്ഞുകൊണ്ട് തന്നെ കാറ്റുപോലെ എണീറ്റ് തിരിഞ്ഞു കണ്ണാടിയിലേക്ക് മേശയുള്ള ഫ്ലവർ വേസ് എടുത്തെറിഞ്ഞു. അതിന്റെ പൊട്ടിച്ചിതിരെ ചില്ലുകളിൽ നിന്നൊരു ചില്ലെടുത്തു. അവൾക്ക് നേരെ നടന്നെടുത്ത് കുനിഞ്ഞിരുന്നു. ആദ്യമായി ധ്രുവനിൽ അങ്ങനെ ഒരു ഭാവം കണ്ടു രാവണനും ദേവും അടക്കം വിറച്ചുപോയി. കാർത്തിക തന്റെ മുന്നിൽ നിൽക്കുന്ന ധ്രുവനെ കാണെ ആദ്യമായി അവളുടെ ശരീരം ഒന്ന് വിറച്ചുപോയി. കയ്യിൽ ചില്ല് തറയുമ്പോഴുള്ള വേദന എന്താണെന്ന് എനിക്ക് അറിയണോ കാർത്തിക? അവൾ വേദനയാൽ അലറി. ധ്രുവൻ അവിടെ ആ കൈപ്പത്തിയിലേക്ക് ആ ചില്ല ആഞ്ഞു കുത്തി. കണ്ടു നിന്ന ശ്വാസിക്ക് ധ്രുവന്റെ പ്രവൃത്തിയിലൊന്നും ചലിക്കാൻ പോലും കഴിഞ്ഞില്ല. അയ്യോ മോളെ! ഒച്ചയും പാവളും കേട്ട് തറവാട്ടിലെല്ലാവരും ഓടി വന്നു. സരസ്വതി വേദനയാൽ പിടയുന്ന കാർത്തികെ കണ്ട് വാവിട്ട് കരഞ്ഞു. അലറിക്കൊണ്ട് ധ്രുവനെ പിടിച്ചു മാറ്റാൻ നോക്കി. വിട്, അയ്യോ മോനെ വിട്, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേടാ. ഇന്ദ്രിയത്ത് ദേഷ്യത്തോട് അലറി വന്നു. ധ്രുവനെ നോട്ടം കണ്ട് അവന്റെ കണ്ണിൽ അഗ്നി കാണെ ഇന്ദ്രിയത്തിന് ഒരു നിമിഷം അടിപതറിപ്പോയി. മുന്നിൽ കാണുന്ന കാഴ്ചയിൽ സ്വഭാവത്തിലേക്ക് വന്ന മഹാലക്ഷ്മി. മോനെ കണ്ണ വീട്ടടാ, അമ്മയാ പറയുന്നു, വീട് മോനെ. മഹാലക്ഷ്മിയുടെ കണ്ണുകൾ നിറയുന്ന കണ്ടതും ധ്രുവൻ അവളിൽ നിന്നും പിടിവിട്ടു. ശേഷം രാവണന്റെ കൈയും പിടിച്ച് കാറ്റുപോലെ പുറത്തേക്ക് ഇറങ്ങി. അവന്റെ മുഖഭാവം പ്രവൃത്തിയും കണ്ട രാവണൻ പേടിയോടൊന്നും പ്രതികരിക്കാൻ കഴിയാതെ പാവകണക്കെ നിന്നു. കാറിന്റെ ഡോർ തുറന്ന് അവനെ സീറ്റിലേക്ക് ഇരുത്തി അവൻ കാറെടുത്ത് പോയി. എല്ലാവരും അവന്റെ ഭാവവും പെരുമാറ്റവും കണ്ട് തികഞ്ഞ ഞെട്ടലോടെ നിന്നു. മഹാലക്ഷ്മി, നിന്റെ മകന് ഭ്രാന്താണോ? മുത്തശ്ശിയും മുത്തശ്ശനും എല്ലാം കണ്ട് എന്തോ പറയണമെന്നറിയാതെ നിന്നു. കണ്ടോ അച്ഛാ, അച്ഛന്റെ പുന്നാര കൊച്ചുമോൻ ചെയ്ത് എന്റെ മോളുടെ കയ്യിലേക്കാ അവൻ ചില്ല് തർപ്പിച്ച്. ഇതിന് പറയുന്ന പേര് ഭ്രാന്തെന്നാ. സ്വബോധമുള്ള ആരെങ്കിലും കാണിക്കുന്ന കാര്യമാണോ ചെയ്ത്? സരസ്വതി എല്ലാവർക്കും നേരെ ചീറി. എങ്കിലും ആദ്യം ഭ്രാന്ത് കളിക്കിയത് അപ്പച്ചിയുടെ പുന്നാര തലതെറിച്ച മക്കൾക്കാ. നിരഞ്ജൻ പറയുന്ന കേട്ട് സരസ്വതി അവനെ തന്നെ ദേഷ്യത്തോടെ ഉറ്റുനോക്കി. ഓ, ഈ നിൽക്കുന്ന എല്ലാവരും കണ്ട എന്റെ മോളെ അവൻ ഉപദ്രവിക്കുന്നു. അതപ്പച്ചി കണ്ടു. എന്നാ അപ്പച്ചിയുടെ മോള് ചെയ്തെന്താന്ന് കൂടി അപ്പച്ചി ചോദിക്ക്. നിരഞ്ജൻ പറയുന്ന കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും നിരഞ്ജന്റെ അടുത്തേക്ക് വന്നു. മോനെ, നീ പറ, എന്താ അവിടെ ഉണ്ടായി? അവൻ വെറുതെ ഇങ്ങനെ ചെയ്യില്ലാന്ന് ഞങ്ങൾക്കറിയാം. എന്താ ഉണ്ടായതെന്ന് മോൻ പറ. നിരഞ്ജൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. മുത്തശ്ശൻ ദേഷ്യത്തോടെ സരസ്വതിയുടെ മുമ്പിൽ വന്ന് നിന്നു. കേട്ടല്ലോ, നിന്റെ മകള് ചെയ്ത പ്രവൃത്തിയെ ഞങ്ങൾ ഏത് രീതി കാണണം? ഇവിടെ അതിഥിയായിട്ട് അവരുടെ കൂടെ വന്ന ആ പയ്യനെ ഇത്രയ്ക്ക് ഉപദ്രവിക്കാൻ മാത്രം ആ പയ്യൻ എന്ത് തെറ്റവളോട് ചെയ്ത്? ഒരു നിമിഷം സരസ്വതിക്ക് ഒന്നും പറയാൻ കഴിയാതെ തലതാഴ്ത്തി നിന്നു. ഓരോരുത്തരായി പിരിഞ്ഞു പോയതും സരസ്വതി ദേഷ്യത്തോടെ ദേവുവിനെ നോക്കി. ഡി, അവന് പുറമെ നീ എന്റെ കുഞ്ഞിനെ തല്ലി അല്ലേടി? നിങ്ങളുടെ മോൾ ചോദിച്ചു വാങ്ങിയതല്ലേ, ഇനിയും കിട്ടിയെന്ന് വരും. അത്രയും പറഞ്ഞ ദേവു അകത്തേക്ക് കയറിപ്പോയി. സരസ്വതി അവൾ പോകുന്ന നോക്കി പല്ലെറിഞ്ഞു. സേതു ഇന്ദ്രിയത്തും കൂടെ കാർത്തികയെ പിടിച്ച് പെട്ടിലിരുത്തി. സ്വാസിക കാർത്തികയെ സഹതാപത്തോടെ നോക്കി നിന്നു.
പെട്ടെന്ന് അവിടെ കവിളടക്കമൊന്ന് കിട്ടി. കവിൾ അവൾ പൊത്തിപ്പിടിച്ചു. വേദന കൊണ്ട് കവിൾ പൊള്ളിപ്പോകുമ്പോൾ തോന്നി അവൾക്ക്. സ്വാസിക മുന്നോട്ട് നോക്കിയതും കണ്ടു ദേഷ്യത്തോട് നിൽക്കുന്ന നിരഞ്ജനെ. ഇവള് ചെയ്യുന്നൊക്കെ നോക്കി ചിരിക്കുമല്ലായിരുന്നോ? അപ്പൊ അവൾക്ക് വേദനിക്കുമ്പോ നിനക്കും വേണ്ടേ? ഇത് വെറും സാമ്പിള്. വെടിക്കിട്ട് വൈകാതെ കിട്ടും നിനക്ക്. നീ എന്റെ മോളെ തല്ലും അല്ലടാ. ദേഷ്യത്തോടെ എണീറ്റ് വന്ന് നിരഞ്ജന്റെ മുമ്പിൽ വന്നിരുന്നു സേതു. രണ്ടടി പുറകോട്ട് നിന്നോണം. നല്ല തഴമ്പിച്ച കയ്യാ. അറിയാതെ തട്ടിയാലും നല്ല വേദന കാണും. ഒരു പ്രത്യേക ഈണത്തോടെ പറഞ്ഞ് കയ്യൊന്നൊഴിഞ്ഞ് പൂച്ചിച്ചുകൊണ്ട് അകത്തേക്ക് പോയവൻ. ദേവ് മുറിയിലെത്തിയതും മാളും ഗോപും സ്വാതി അവിടെ അടുത്തേക്ക് വന്നു. ദേവ്, എന്തൊക്കെ ഇവിടെ ഉണ്ടായി? ധ്രുവേട്ടന് ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നു. എന്നാലും നീ ആ പിശാചിനെ തല്ലിന്ന് പറഞ്ഞ സത്യാണോ? എനിക്കാവുന്നല്ല. പാവ രാവണൻ. ഇപ്പൊ അതിനെ കൊണ്ടുപോയതോ തനി രാവണനും. എന്താണാവോ അവസ്ഥ? രാവണനെ കുറിച്ച് ഓർത്തു ഗോപുവിനും മാളവിനും വല്ലാത്ത വിഷമം തോന്നി. ഇരുവരുടെയും മനസ്സിൽ രാവണന്റെ മുഖം മിന്നി മാഞ്ഞു. അതിവേഗതയോടെ കാറ് മുന്നോട്ട് പോകുന്ന കണ്ട് രാവണൻ പതിയെ തലയിരിച്ച് ധ്രുവാൻഷിനെ നോക്കി. ആ മുഖത്തെ രാവണഭാവം കണ്ട് ഒന്ന് ഉമിനീരിറക്കി ഇരുകണ്ണുകളും ഇറുക്കി അടച്ചു. കയ്യിൽ തൂങ്ങിക്കിടക്കുന്ന കുഞ്ഞികൃഷ്ണന്റെ ലോക്കറ്റ് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു. പെട്ടെന്ന് വാഹനം നിന്നും കണ്ണുകൾ വലിച്ചു തുറന്നു. രാവണനെ പെട്ടെന്ന് തന്റെ സൈഡിലെ ഡോർ തുറന്ന് തന്റെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറക്കി നടന്നു ധ്രുവാൻഷ്. അവന്റെ പിടുത്തം തന്റെ കൈത്തണ്ണിൽ നല്ല വേദന അനുഭവപ്പെട്ടെങ്കിലും മിണ്ടാതെ അതിനെ കടിച്ചമർത്തി നിന്നവൻ. ഹോസ്പിറ്റൽ എംഡിയുടെ പെട്ടെന്നുള്ള കയറി വരവുകൊണ്ട് എല്ലാവരും നടുങ്ങി. നേഴ്സുമാരും മറ്റു സ്റ്റാഫുകളും പെട്ടെന്ന് അവരുടെ വർക്കിലേക്ക് ചുരുങ്ങി. ധ്രുവന്റെ മുഖഭാവം കണ്ട സ്റ്റാഫുകൾക്ക് പോലും വല്ലാത്ത പേടി തോന്നിപ്പോയി. അനുവാദം പോലും ഇല്ലാതെ ആരോ അകത്തേക്ക് കാറ്റുപോലെ കയറി വന്ന് കണ്ട് ദേഷ്യത്തോടെ ഡോക്ടറെ തലയുയർത്തി നോക്കിയതും മുന്നിൽ നിൽക്കുന്നവനെ കണ്ട് പതറി. സർ, ഗുഡ് മോർണിംഗ്. രാവണനെ മുന്നോട്ട് നിർത്തി കൊടുത്തു. ഡോക്ടർ രാവണനെ നോക്കി അവന്റെ കയ്യിലെ കെട്ടും അതിൽ രക്തം കലർന്നിരിക്കുന്നതും കണ്ട് കാര്യം മനസ്സിലായ ഡോക്ടർ പെട്ടെന്ന് തന്നെ അവനെ കൊണ്ടുപോയി സ്ട്രക്ചറിൽ ഇരുത്തി. ധ്രുവൻ അവന്റെ ക്യാബിനിലേക്ക് പോയി. ധ്രുവൻ പോയെന്ന് കണ്ടത് ഡോക്ടർ പോലും ഒന്ന് ആഞ്ഞ് ശ്വാസം എടുത്തു. ശരിക്കും അപ്പോഴാണ് രാവണന് ശ്വാസം വീണത്. എന്റെ കുഞ്ഞി കൃഷ്ണ. ആ വിളി കേട്ടതും ഡോക്ടർ രാവണ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഇതെന്ത് പറ്റിയതോ? അത് ചില്ല് ഗ്ലാസ് പൊട്ടി. മുറിവ് നല്ല ആഴത്തിലല്ലെങ്കിലും ബ്ലഡ് നന്നായി പോയിട്ടുണ്ട്. മാത്രമല്ല ഒരു 2 സ്റ്റിച്ചിനുള്ളുണ്ട്. ഡോക്ടർ കൈയെല്ലാം സ്റ്റിച്ച് ഇട്ട് മരുന്ന് വെച്ച് കെട്ടി. അപ്പോഴേക്കും ധ്രുവൻ അങ്ങോട്ട് വന്നു. സർ, വലിയ കുഴപ്പമൊന്നുമില്ല. 2 സ്റ്റിച്ചുണ്ട്. പിന്നെ മുറിവ് പെട്ടെന്ന് ഉണങ്ങാനുള്ള ഓയിൽമെന്റും കഴിക്കാനുള്ള മെഡിസിനും ഉണ്ട്. ആൾക്ക് നല്ല കാൽസ്യത്തിന്റെയും വിറ്റാമിന്റെയും കുറവുണ്ട്. അതിനുള്ള മെഡിസിൻ എഴുതിയിട്ടുണ്ട്. ഡോക്ടർ പറയുന്നതിനൊന്ന് മൂളി ഡോക്ടർ അടുന്ന് ഷീറ്റ് വാങ്ങി പുറത്തേക്ക് ഇറങ്ങി. രാവൺ ഡോക്ടർ നോക്കിയെന്ന് ചിരിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞ് പിറകെ നടന്നു. ധ്രുവൻ നടന്ന് മുന്നോട്ടെത്തിയതും രാവണന് ഒന്നുകൂടെ സ്പീഡിൽ നടന്നു. എന്റെ കൃഷ്ണ, ഇങ്ങേരുത് എന്ത് മനുഷ്യനാ, ഞാൻ ഓടേണ്ടി വരുമല്ലോ പറഞ്ഞുകൊണ്ട് വേഗം നടന്നു. പെട്ടെന്ന് അവൾ ആരെയോ ചെന്ന് ഇടിച്ചു. നിലത്ത് വീണ മരുന്നുകളെടുത്ത് ആ പെൺകുട്ടി രാവണന് നേരെ ദേഷ്യത്തോടെ നോക്കി. താൻ എവിടെ നോക്കി നടക്കുവാടോ? തന്റെ മുന്നിൽ നിൽക്കുന്ന വരുണിയെ കണ്ട് രാവണൻ വിടർന്ന കണ്ണാലെ നോക്കി. ദേഷ്യത്തോടെ കലിതുള്ളി മുന്നോട്ട് 2 അടി വെച്ച് വരുണി. വരുണി. പെട്ടെന്ന് ദുർഗയുടെ ശബ്ദം കേട്ടതും വരുണിയുടെ കാലുകൾ നിശ്ചലമായി. ദുർഗേച്ചി. അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. തന്റെ മുന്നിൽ നിൽക്കുന്ന പയ്യനെ അടിമുടി നോക്കി. വരുണി, ഇത് ഞാനാ മോളെ. വരുണിക്ക് ഒരു നിമിഷം വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. വരുണി ചുറ്റും കണ്ണോടിച്ച് വേഗം അടുത്ത് കണ്ട സ്റ്റെയറിൻ കോണിലേക്ക് ദുർഗയുടെ കൈത്തണ്ടയിൽ പിടിച്ച് കൊണ്ടുപോയി. ചേച്ചി, എന്താ ചേച്ചി ഇതൊക്കെ? ഈ വേഷം? ഇതല്ല, ചേച്ചിക്ക് വേറെ വഴിയില്ല മോളെ. മോളുടെ ഏട്ടൻ എന്നെ അന്വേഷിച്ച് നടക്കുക. കയ്യിലാകപ്പെടും തോന്നിയ നിമിഷം രക്ഷപ്പെടാൻ ചേച്ചി കിട്ടിയത് ഈ വേഷം. അയ്യോ ചേച്ചി, ഇതെന്താ കയ്യിൽ? അത് ഗ്ലാസ് കൂട്ടിയ ചില്ലുകൊണ്ടതാ. അതൊന്നും കുഴപ്പമില്ല മോളെ. നീ എന്താ ഇവിടെ? മുത്തശ്ശിക്കും കുഴപ്പമില്ലല്ലോ? ദുർഗയുടെ ചോദ്യം കേട്ട് വരുണി തലതാഴ്ത്തി നിന്നു. എന്തു പറയണമെന്നറിയാതെ അവിടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വരുണി, എന്താ മോളെ? ആ ചേച്ചി വിഷമിക്കാതെ. ചേച്ചിയോട് പറയാതിരുന്നിട്ട് കാര്യമില്ല. എന്താ മോളെ, എന്താണെങ്കിലും ചേച്ചിയോട് പറ. പിന്നീടുണ്ടായ കാര്യങ്ങളും മുത്തശ്ശന്റെ മരണവും എല്ലാം പറഞ്ഞതും ദുർഗയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ചേച്ചിക്കറിയാതെ ഇപ്പൊ മുത്തശ്ശിക്ക് ഒട്ടും വയ്യാതെയായി. ഏത് സമയം എൻ്റെ ദുർഗമോളെ എന്ന ചിന്തയിൽ കരയും. ഡോക്ടറെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അല്പം സീരിയസ് ആയപ്പോൾ ഇങ്ങോട്ട് എഴുതിയതാ. അതാ ഇത്രയും ദൂരെ എത്തിയത്. ചേച്ചി ആരെയും കാണണ്ട. രവിയേട്ടൻ പുറത്തുണ്ടാവും. മുത്തശ്ശിയുടെ അടുത്ത് അമ്മയും ഉണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ അവർ കൂട്ടാക്കിയില്ല. അപ്പം ഞാനാ പറഞ്ഞു, എൻ്റെ പേരിൽ മുത്തശ്ശിന് എഴുതുന്ന കുറച്ച് സ്ഥലമുണ്ട്, അത് ഞാൻ ചേച്ചിയുടെ പേരിലാക്കുന്നു. അത് കേട്ടിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. മോളെ, ചേച്ചി എന്നിട്ട് എവിടെയാണ് താമസിക്കുന്നേ? ദുർഗ അവളോട് അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ ശേഷം ഉണ്ടായ ഓരോ കാര്യങ്ങളും പറഞ്ഞു. ചേച്ചി സൂക്ഷിക്കണേ. ചേച്ചി കണ്ടല്ലോ, ഇപ്പോഴൊന്ന് ആശ്വാസമായത്. ചേച്ചി എന്നാ പോട്ടെ. ഇല്ലെങ്കിൽ ഇനി അമ്മ. മോള് ചെല്ല്, മുത്തശ്ശിയോട് പറയണം, സൂക്ഷിക്കണം. ശരി ചേച്ചി. വരുണി 4 ഭാഗം നോക്കി വേഗം നടന്നു നീങ്ങി. ദുർഗ അവൾ പോകുന്നത് നോക്കി നിന്നു. തന്റെ മുത്തശ്ശന്റെ മരണം പോലും താൻ അറിഞ്ഞില്ലല്ലോ എന്നോർത്ത് അവളുടെ മിഴികൾ നിറഞ്ഞു. മെഡിസിൻ വാങ്ങി തിരിഞ്ഞു നോക്കിയ ധ്രുവൻ അവനെ കാണാൻ 4 വടം നടന്നു. ഷിറ്റ്,
ഈ പൊട്ടനിത് എവിടെ പോയി? യൂസ്ലെസ് പറഞ്ഞു മുന്നോട്ട് നടന്നു. പെട്ടെന്ന് പുറംതിരിഞ്ഞ് നിൽക്കുന്നവനെ കാണെ ദേഷ്യത്തോട് അടുത്തേക്ക് ചെന്നവനെ പിടിച്ച് തിരിച്ചു നിർത്തി. അവന് നേരെ ശബ്ദമുയർത്താൻ നിന്നും നിറഞ്ഞു തൂവി അവന്റെ ചുവന്ന കണ്ണുകൾ കാണെ അറിയാതെ തന്നെ ധ്രുവൻ നിശബ്ദനായി. വാ പോവാം. അത്രയും പറഞ്ഞ് മുന്നോട്ട് നടന്നു ധ്രുവൻ. പുറത്തിറങ്ങിയത് രാവണൻ കണ്ടു. ജീപ്പിന് മുകളിൽ നിന്ന് സിഗരറ്റ് വലിക്കുന്ന രവീന്ദ്രനെ. അവൾ വേഗം ധ്രുവന്റെ പുറകെ നടന്ന് കാറിലേക്ക് കയറി. വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്ക് രാവണൻ ധ്രുവനെയും നോക്കി. നേരത്തെ ഉണ്ടായിരുന്ന അവന്റെ ഭാവം അല്പം മാറിയിട്ടുണ്ട്. അത് അവന്റെ ഉള്ളിൽ ഒരു ആശ്വാസം തന്നെയായിരുന്നു. ഇടയ്ക്ക് രാവണൻ കാണാതെ ധ്രുവന്റെ മിഴികൾ രാവണന് നേരെ വീഴുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവന്റെ മിഴികൾ നിറയുന്ന കാണെ സംശയത്തോടെ നോക്കി അവൻ. തിരിച്ച് വീട്ടിലെത്തിയതും കാർത്തിക ചെയ്ത തെറ്റിന് മുത്തച്ഛനും മുത്തശ്ശി അവനോട് ക്ഷമ ചോദിച്ചു. എന്നാൽ അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു അവൻ. മുറിയിലിരുന്ന് ഇരുകണ്ണുകളും അടച്ച ഹെഡ് ബോൾ ചാരിയിരുന്നു. തന്റെ തറവാടും മുത്തശ്ശനും മുത്തശ്ശിയും ഒത്തുള്ള നിമിഷങ്ങളും ഓർത്ത് അവസാനമായി മുത്തശ്ശനൊന്ന് കാണാൻ പോലും കഴിയാത്ത അവസ്ഥയോർത്ത് വിങ്ങിപ്പൊട്ടിയവൾ. ആരുടെയോ സ്പർശനം അറിഞ്ഞ മിഴികൾ ഉയർത്തി നോക്കി അവൻ മുന്നിൽ നിൽക്കുന്ന മഹാലക്ഷ്മിയെ കണ്ട് വേഗം എഴുന്നേറ്റു. എനിക്ക് ദാ അമ്മ മോനെ കഴിക്കാനുള്ള കൊണ്ടുവന്ന ഇത് കഴിച്ച് മരുന്നും കുടിച്ച് കിടന്നു. വാ അമ്മ വാരിത്തരാം. ആദ്യമായി തന്നിലൊരു മാതൃസ്നേഹം വന്ന് പൊതിയുന്ന അവൾ തിരിച്ചറിഞ്ഞു. ആ നിമിഷം ഒന്നിനും എതിര് പറയാതെ മഹാലക്ഷ്മിയുടെ മുന്നിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഇരുന്നു കൊടുത്തു. ഒരു കോൾ വന്നു. അതും കൊണ്ട് സംസാരിച്ച് പുറത്തിറങ്ങിയ ധ്രുവൻ രാവണന്റെ മുറിയിലേക്കൊന്ന് മിഴികൾ ഉടക്കിയതും കാണുന്ന കാഴ്ചയിലൊന്ന് നോക്കി നിന്നുപോയി. തൻ്റെ അമ്മ രാവണന് ചോറ് വാരി കൊടുക്കുന്ന കണ്ട് ചെറിയ സന്തോഷവും ചെറിയ അസൂയയും തോന്നിപ്പോയി അവന്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.